ഇന്നൊരു അടിപൊളി കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ്. തേങ്ങ വറുത്തരയ്ക്കാതെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കൊഞ്ച് തീയലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊഞ്ചാണ് ഇതിനെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ തീയൽ വെക്കുന്നത് കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടാണല്ലോ. അപ്പം ഇന്നത്തെ തീയലിൻ്റെ താരം എന്ന് പറയുന്നത് ഈ കാണുന്ന പടവലങ്ങയാണ് കേട്ടോ. പടവലങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് ഒരു കൊഞ്ച് തീയലാണ്. അപ്പോൾ ഇങ്ങനെ കൊഞ്ച് തീയൽ വെച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ നാടൻ പടവലങ്ങയാണ്. നല്ല ഇളം പടവലങ്ങയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ചേട്ടൻ്റെ അമ്മയാണ് ആക്ച്വലി ഈ കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ, ഈ പടവലങ്ങയൊക്കെ ഇട്ട് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൊഞ്ച് തീയലിന് വേണ്ടിയുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പടവലങ്ങയൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക, അത്യാവശ്യം ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് തക്കാളി. ഇത്രയുമാണ് നമ്മുടെ തീയലിന് ആവശ്യമായിട്ടുള്ളത്. ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഫൈനായിട്ട് അരയ്ക്കും. കൊഞ്ചെല്ലാം നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഒരു കൊഞ്ച് രണ്ടായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എണ്ണയൊക്കെ നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കൊച്ചുള്ളിയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടിട്ട് വേവിക്കേണ്ട, കാരണം നമ്മളിനി നല്ല രീതിയിൽ അരപ്പൊക്കെ ചേർത്ത് വേവിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നീട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റുക. നമ്മുടെ പടവലങ്ങയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൊഞ്ചിലൊക്കെ ജസ്റ്റ് ഒരു ചൂടൊക്കെ തട്ടിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വേവിക്കേണ്ട, കാരണം നമ്മളിനി വീണ്ടും അരപ്പൊഴിക്കുമല്ലോ. ഇനി നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും തക്കാളിയും ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി വെച്ച് നല്ല രീതിയിൽ അടച്ച് വെച്ച് വേവിക്കുക. നല്ലൊരു തിള വരുന്നത് വരെ നമ്മളിത് വേവിക്കണം. ഇപ്പം നമ്മുടെ കൊഞ്ച് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അത് അരപ്പൊക്കെ 2 സൈഡിലായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ആ ചട്ടിയുടെ സൈഡിലായിട്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി തിളപ്പിക്കണം. പിന്നെ നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പിഴിഞ്ഞ പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കിഴങ്ങൊക്കെ ഇടുന്നതിനെക്കാട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ആക്ച്വലി ഈ പടവലങ്ങ ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ച് നമുക്ക് കറി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ പടവലങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വെച്ച് കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പടവലങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയലും ഇതേപോലെ നമുക്ക് തീയലിനൊക്കെ വയ്ക്കാം. നമ്മൾ സാധാരണ കിഴങ്ങൊക്കെ ഇടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ.